ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മളുടെ പെറ്റൂണിയ എങ്ങനെയാണ് നടുന്നതെന്നും അതുപോലെ തന്നെ സെയിൽ കൂടെയാണ്. അപ്പോൾ എല്ലാവരും തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് ഈസി വേവിൻ്റെ ലാവൻഡർ പെറ്റൂണിയാണ്. നമ്മൾ ഇത് കണക്ക് ഗ്ലാസ്സിൽ അയക്കുന്ന ചെടികൾ എങ്ങനെയാണ് ചട്ടിയിലോട്ടേക്ക് മാറ്റി നടുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ചട്ടിയുടെ രണ്ട് സൈഡിലും കല്ല് വയ്ക്കുക. നമ്മൾ ഹോളിൽ ആ ഭാഗത്തായിട്ട് കല്ല് വയ്ക്കുക. അത് മണ്ണ് വന്ന് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ കല്ല് വയ്ക്കുന്നത്. അതിനുശേഷം ഇതേ കണക്കത്തെ മണ്ണ് ഉപയോഗിക്കുക. മണൽ ചേർന്ന് വരുന്ന മണ്ണാണ് പെറ്റൂണിയ നടാൻ ഏറ്റവും നല്ലത്. ഈ മണ്ണ് കുറേശ്ശെയായിട്ട് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിലോട്ടേക്ക് നിറച്ചു കൊടുക്കുക. നമ്മളിനി ഈ ചട്ടിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടുള്ള വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ആയാലും മതി. ഈ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന മണ്ണിലോട്ട് ഇട്ട് അത് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ മണ്ണിനകത്തോട്ടേക്ക് നമ്മളെ പേപ്പർ ഗ്ലാസ് പതിയെ കീറിയിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല നിറയെ വേരായിട്ടുള്ള ചെടികളാണ്. ഇതിങ്ങനെ നമ്മൾ പോട്ടിലോട്ടേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിമിഷം കൊണ്ട് വളർന്ന് വലിയൊരു പ്ലാന്റായിട്ട് വരുന്നതാണ്. വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് 2 പ്ലാന്റൊക്കെ ഈ ചട്ടിയുടെ അകത്തോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇത് കണക്ക് ഞാനിപ്പോൾ ഇതിനകത്തോട്ടേക്ക് 2 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് 2 തൈകൾ പതിയെ ഗ്ലാസ് കീറിക്കളഞ്ഞിട്ട് മണ്ണിലോട്ടേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലോട്ടേക്ക് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പ്ലാന്റിന് ഇത് കണക്ക് പൂവുണ്ടെങ്കിൽ ഈ പൂ ഇങ്ങനെ നിർത്തിയേക്കേണ്ട ആവശ്യമില്ല. ആ പൂവിൻ്റെ ഭാഗം മുകളങ്ങ് നുള്ളിക്കളയാം. ഈ നുള്ളിക്കളഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചുകൾ വന്ന് നല്ല വൃത്തിക്ക് പടർന്ന് ഈ ചെടി വരുന്നതാണ്. അതുകൊണ്ട് ഈ പൂ നിർത്തിയേക്കേണ്ട ആവശ്യമില്ല. ആ പൂവിൻ്റെ മുകൾ ഭാഗം നുള്ളിക്കളയാം. ഇനി നട്ടുവെച്ച ചെടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരാഴ്ചത്തേക്ക് ഇത് ഷെയ്ഡിലോട്ടേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം എടുത്ത് വെയിലുള്ളൊരു ഭാഗത്തോട്ടേക്ക് മാറ്റി വെച്ച് ചെടി വളർന്നു വരുന്നതാണ്. മഴ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇത് നടുന്നതിനും വളർത്തുന്നതിനും. മഴയുള്ള ടൈമിൽ നമ്മൾ ഒരു മഴ നനയാത്തൊരു ഭാഗത്തേക്ക് ഇത് ഹാങ് ചെയ്തിട്ടിരുന്നാൽ മതി. ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ഈ കാണുന്ന പെറ്റൂണിയ ഏകദേശം ഇത് കണക്ക് നട്ടതാണ്. തലപ്പെല്ലാം നുള്ളി വിട്ട് നട്ട് വെച്ചതാണ്. ഇപ്പം കണ്ടില്ലേ, അവിടെ നല്ല ബ്രാഞ്ചുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണക്ക് നല്ല റൂട്ട് പിടിച്ച തൈകൾ നമ്മുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കാണുന്ന കളറിലെ പെറ്റൂണിയ നമ്മളുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 90 രൂപയാണ്. ഇത് കൂടാതെ വേറെ 2 കളർ കൂടെ നമ്മളുടെ കയ്യിലിപ്പോൾ ഉണ്ട്. പിന്നെ ഈ കാണുന്ന പെറ്റൂണിയ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകണക്ക് തന്നെ കോറൽ പീച്ചിൻ്റെ പെറ്റൂണിയ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ 3 പെറ്റൂണിയയുടെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ. ഈ കോറൽ പീച്ചിൻ്റെ പെറ്റൂണിയക്ക് 90 രൂപയാണ്, മറ്റേ പെറ്റൂണിയക്ക് 80 രൂപയും. അപ്പോൾ വേണ്ടുള്ളവർ ഈ പ്ലാന്റ്സിൽ ഓർഡർ ചെയ്യുക. അപ്പം ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.